ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ജിനിത. ഇന്ന് നമുക്ക് ഒരു ഐ മേക്കപ്പ് ചെയ്യാം. ഞാൻ വേറൊരു ഐ മേക്കപ്പ് കാണിച്ചിരുന്നു. വളരെ സിമ്പിളായിട്ട് കൺമഷി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മേക്കപ്പ്. നമ്മുടെ ഐലൈനറൊക്കെ പെർഫെക്റ്റായിട്ട് എഴുതാൻ അറിയാൻ മേലാത്തവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു മേക്കപ്പായിരുന്നു അത്. ഇപ്രാവശ്യം കുറച്ചുകൂടെ അധികം ഉള്ള ഒരു ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഐലൈനർ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് നല്ല പെർഫെക്ഷനായിട്ട് എഴുതാനായിട്ട് അറിയണമെന്നൊന്നുമില്ല. ഞാനത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പാർട്ടിക്കും ഫംഗ്ഷനും ഒക്കെ പോകുമ്പോഴും ഡെയിലി യൂസിനും ഒക്കെ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ഐ മേക്കപ്പാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മുടെ കണ്ണുകളുടെ ചുറ്റുമുള്ള വെള്ളമയോ എണ്ണമയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടിഷ്യൂ വൈപ്സോ വെച്ച് നന്നായിട്ട് തുടച്ച് കളയണം. എന്നിട്ട് കുറച്ച് പൗഡർ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഐ ഷാഡോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നമ്മുടെ കണ്ണിന് മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ അതിനൊരു ബേസ് ആയിരിക്കും. നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു നല്ലൊരു ഫൗണ്ടേഷൻ, നമ്മൾ ഫേസിലൊക്കെ ഫൗണ്ടേഷൻ എടുത്തില്ല, അതുപോലെ തന്നെ കണ്ണുകൾ എഴുതുമ്പോഴത്തേക്ക് നല്ല ഒരു പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പൗഡർ ഉപയോഗിക്കുന്നവർക്ക് പൗഡർ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ഒരു ഐലൈനർ പെൻസിൽ എടുത്തിട്ട് നമ്മുടെ കണ്ണിന് അകം നന്നായിട്ട് എഴുതി കൊടുക്കണം. കൺമഷിയൊക്കെ എഴുതൂലേ അതുപോലെ. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് മേളിൽ എഴുതി കൊടുക്കണം. ഓക്കെ, ഇനി സെയിം പെൻസിൽ വെച്ച് തന്നെ നമുക്ക് ഈ താഴെ എഴുതി കൊടുക്കണം. താഴെ എഴുതി കൊടുക്കണം നല്ല കട്ടിക്ക് തന്നെ, അത്ര നല്ല പെർഫെക്റ്റായിട്ട് എഴുതി കൊടുക്കുന്നൊന്നുമില്ല. നമ്മൾ സ്മഡ്ജ് ചെയ്യാനുള്ള ഞാൻ കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇവിടം തൊട്ട് എഴുതിയാൽ മതി. ഇനി നമുക്ക് മേളിലും എഴുതി കൊടുക്കണം. മേളിൽ എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഹാഫ് തൊട്ട് എഴുതിയാൽ മതി. അപ്പം എഴുതുമ്പോഴത്തേക്ക് ഇവിടെ ഇച്ചിരി ഇങ്ങനെ വലിച്ച് കൊടുത്താൽ നന്നായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇച്ചിരി ഇങ്ങനെ പടർന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു ബഡ്സ് കാണാം. ബഡ്സ് വെച്ച് നമുക്കിതിൻ്റെ താഴെ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അതായത് ലൈറ്റാക്കി കൊടുക്കണം അതിൻ്റെ ആ ഡാർക്ക്നെസ്. ഇങ്ങനെ സ്മഡ്ജ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ, സ്മഡ്ജിങ് ബ്രഷ്. അതൊക്കെ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. അതൊന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് അതേ ലുക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ബഡ്സിലാണേലും അതേ പെർഫെക്ഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മേളിലും നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇന്നർ കോർണറിൽ എഴുതി കൊടുത്തില്ല. അപ്പം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലൈറ്റ് രീതിയിൽ ഇവിടെ കിട്ടും. നമുക്ക് ഇന്നർ കോർണറിൽ അത് മതി. നന്നായിട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്മഡ്ജ് എഴുതി കൊടുക്കുമ്പോൾ ഇന്നർ ഭാഗം നന്നായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഔട്ടറാണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ലൈറ്റായിട്ട് വരുത്തേണ്ടത്. നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഞാനിവിടെ ലാക്മേയുടെ നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന ഐലൈനറില്ലേ കാണാം, അതാണ് എടുത്തിരിക്കുന്നത്. ഐലൈനർ എഴുതുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ അറ്റത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും നന്നായിട്ട് അത് കളയണം കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ച് വരും. അപ്പം ഇതിൻ്റെ ഈ അടിയിൽ എഴുതിക്കൊടുക്കുമ്പോൾ അകത്തേക്ക് പോകണ്ട, ഈ പുറത്തേക്കുള്ള നമ്മുടെ കൺപീലിയോട് ചേർന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് മേലിൽ എഴുതി കൊടുക്കാം. മേളിൽ എഴുതി കൊടുക്കുമ്പം മേളിൽ അകത്തല്ല കേട്ടോ, പുറമേയാണ് എഴുതുന്നത്. ഐലൈനർ യൂസ് ചെയ്യുന്നതിൻ്റെ ഉള്ള കാരണം, ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് ഒരു ഷാർപ്പ് ലുക്ക് കിട്ടാനായിട്ടാണ് ഇതിന് പുറമെ ഐലൈനർ ഉപയോഗിക്കുന്നത്. അത് വളരെയധികം വിസിബിളൊന്നുമല്ല. നമ്മൾ എഴുതി കഴിയുമ്പോൾ ഐലൈനർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തുമില്ല. എന്നാൽ കണ്ണുകൾക്കൊരു ഷാർപ്പ്നെസ്, ഒരു അട്രാക്ഷൻ കിട്ടും. നമ്മുടെ ഐലൈനർ എഴുതി കഴിഞ്ഞു. ഇനി മസ്കാര, എൻ്റെ ഫേവറേറ്റ് പാർട്ട്. ഉള്ളൂ. നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റായി. ഈ രണ്ട് കണ്ണുകളിൽ നമ്മളുടെ വ്യത്യാസം കണ്ടോ? നന്നായിട്ട് വന്നിട്ടില്ലേ? ഞാൻ ഇതുപോലെ തന്നെ അടുത്ത കണ്ണ് ഒന്ന് എഴുതട്ടെ. എന്നിട്ട്
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഓരോ തവണ വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത തവണ വെറൈറ്റി ആയുള്ള വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Until then,